അഹമ്മദാബാദ് വിമാന അപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്ത്. വിമാനം പറന്നത് 32 സെക്കൻഡ് മാത്രം. വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതാണ് അപകടത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ. സഹ പൈലറ്റിന്റെ പിഴവാണ് എന്നാണോ ഈ റിപ്പോർട്ടിലൂടെ AAIB വ്യക്തമാക്കുന്നത്? വിനിൽ, നമുക്കിപ്പോൾ അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണമാണത്. അത് സ്വാഭാവികമായും ആ സംഭാഷണത്തിൽ പറയുന്നുണ്ട് ആരാണ് ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നു. ഞാനല്ല ഓഫ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. എന്നാൽ പോലും അതിൽ അട്ടിമറിയില്ല, പക്ഷി ഇടിച്ചിട്ടില്ല, അങ്ങനെ മറ്റ് വിമാനത്തിന് യാതൊരു മറ്റ് തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന രൂപത്തിലെല്ലാം റിപ്പോർട്ട് വളരെ വിശദമായി അസന്നിഗ്ധമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു ബേർഡ് ഹിറ്റ്, പക്ഷി ഇടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുക, ഇതൊക്കെയാണ് ഉണ്ടാകുന്നത്. ഇതൊന്നും സംഭവിച്ചിട്ടില്ല, അട്ടിമറി സാധ്യതയില്ല എന്നുകൂടി ആ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതല്ല കാരണം, അല്ലെങ്കിൽ ഇതിൻ്റെ കാരണങ്ങൾ മറ്റൊരു തരത്തിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. വിമാനം പറന്നുയർന്ന് ആകെ 32 സെക്കൻഡ് മാത്രമാണ് റൺവേയിൽ നിന്ന് പറന്നുയർന്നത്. അതിനുശേഷം വേഗം വിമാനത്തിൻ്റെ എഞ്ചിൻ ഓഫായി വിമാനം താഴേക്ക് തകർന്നു വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ 32 സെക്കൻഡിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നാണ് ഇനി അറിയേണ്ടത്. അതിൽ വിശദമായ അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ വിമാനത്തിൻ്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിൻ്റെ പ്രവാഹം നിലച്ചതാണ് പ്രധാനമായും അപകടത്തിൻ്റെ കാരണം. ആ സ്വിച്ച് ഓഫായി, ആ മോഡ് ഓഫായി. അതായത് റൺ മോഡിലേക്ക് പോകേണ്ടതിന് പകരം ഓഫ് മോഡിലേക്കാണ് സ്വിച്ച് പോയത്. ആ സ്വിച്ച് എങ്ങനെ ഓഫായി, അല്ലെങ്കിൽ അത് ആരാണ് ഓഫാക്കിയത് എന്നാണ് ഇനി അറിയേണ്ടത്. എങ്ങനെ ഓഫായി എന്നുള്ളതാണ് വേണമെങ്കിൽ ഒരു അട്ടിമറി സാധ്യത എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ചിന്തിക്കുന്നത്. സാധാരണഗതിയിൽ ഈ വിമാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിമാനത്തിൻ്റെയും ആ സ്വിച്ച് ഇന്ധനത്തിലേക്കുള്ള സ്വിച്ച്, ഇന്ധനം പ്രവഹിക്കുന്ന സ്വിച്ച് ഓഫാകേണ്ട സാഹചര്യമില്ല. അത് ഓഫാക്കുക ആണ് വേണ്ടത്. അല്ലെങ്കിൽ ആരാണ് ഓഫാക്കിയെന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി അതാണ്. ബിനിൽ ചോദിച്ച ചോദ്യത്തിൻ്റെയും പ്രസക്തി അവിടെയാണ്. എന്തിനാണ് ഓഫാക്കിയത്, ആരാണ് ഓഫാക്കിയത് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ ഓഫാക്കിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ റൺ മോഡിലേക്ക് പോകേണ്ട സ്വിച്ച് ഓഫ് മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകില്ല, അല്ലെങ്കിൽ മാനുവലായി മാത്രമേ പോവുകയുള്ളൂ, ഓട്ടോമാറ്റിക്കായി പോവുകയില്ല. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻറ്റൻഷനലി സംഭവിച്ചതാണ്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതിന് മുൻപ് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഒരു അട്ടിമറി സാധ്യതയായിട്ട് സൂചിപ്പിക്കാം. പക്ഷേ അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ 32 സെക്കൻഡിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് രണ്ടുപേർ അടുത്തടുത്തിരിക്കുമ്പോൾ രണ്ടുപേർക്കും അറിയേണ്ട കാര്യമാണ്. പക്ഷേ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും കോ പൈലറ്റ് ആയിരുന്നു വിമാനം ടേക്ക് ഓഫ് എടുക്കുന്നത്. ടേക്ക് ഓഫ് എടുത്ത ശേഷം വളരെ പെട്ടെന്ന്, ആകെ 32 സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ഒന്നോ രണ്ടോ കൺസ്യൂമി കഴിയുമ്പോഴേക്കും ഈ 32 സെക്കൻഡ് വിമാനം പറന്നുയർന്ന് വേഗം കഴിയുകയാണ് കാര്യങ്ങൾ. എന്തായാലും പൈലറ്റിന് വിമാനം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ വിമാനത്തിൻ്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം അവിടെ നിലയ്ക്കുകയാണ്. 32 സെക്കൻഡിൽ നിലയ്ക്കുന്നു. ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തിപ്പിക്കാൻ അവർ കഴിയുന്നുണ്ട്. ഒരു എഞ്ചിൻ പ്രവർത്തനക്ഷമമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വീണ്ടും പോകുമ്പോൾ ആ ഇന്ധനം പ്രവഹിക്കുന്ന അവിടെ നിലയ്ക്കുന്നു. ആ സ്വിച്ച് ഓഫായിരുന്നു. അതുകൊണ്ട് അത് വിമാനത്തിൻ്റെ അപകടത്തിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. ടേക്ക് ഓഫ് സമയത്ത് വിമാനത്തിൻ്റെ ഭാരം അനുവദനീയമായ അളവിലായിരുന്നു. വിമാനത്തിൽ നിന്ന് പരിമിതമായ അളവിൽ മാത്രമേ ഇന്ധനം വീണ്ടെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സുപ്രധാനമായ കാര്യം. അതായത് പരിമിതമായ അളവിൽ ഇന്ധനം എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു വിമാനത്തിന് പറന്നുയരാൻ നമ്മൾക്കറിയാവുന്ന പോലെ നമ്മൾ സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ ഇന്ധനം ഓഫാക്കിയാൽ പോലും സെക്കൻഡുകൾക്കുള്ളിൽ സ്കൂട്ടർ ഓഫാകും. അതേ കാര്യം തന്നെയാണ് ഈ വിമാനത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അത് ഇൻറ്റൻഷനലി അല്ലെങ്കിൽ ഒരാൾ വേണമെന്ന് വിചാരിച്ച് ചെയ്തതാണോ എന്നതാണ് ഇനി അറിയേണ്ടത്. അതൊരു അട്ടിമറി സാധ്യതയുണ്ടോ എന്നാണ് അറിയേണ്ടത്. പക്ഷേ 2 പൈലറ്റുമാരുണ്ട്. ആ 2 പൈലറ്റുമാരിൽ ആരാണ് ഓഫാക്കിയത് എന്ന് പറയാൻ ഇനി ആളില്ല, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതിന് മറ്റ് തെളിവുകളില്ല. അവിടെ ക്യാമറ ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയില്ല. ഈ 2 പേരുടെയും വോയിസ് റെക്കോർഡ് മാത്രമാണ്, ശബ്ദ സന്ദേശം മാത്രമാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. ഞാൻ ഓഫാക്കിയിട്ടില്ല എന്ന് സഹ പൈലറ്റ് പറയുമ്പോൾ അത് അദ്ദേഹം ഓഫാക്കിയിട്ടില്ല എന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ. പക്ഷേ എന്തായാലും വിമാനത്തിൻ്റെ ഇന്ധനം നിറച്ച ബൗസറുകളിൽ നിന്നും ടാങ്കിൽ നിന്നും എടുത്ത ഇന്ധന സാമ്പിളുകളിൽ മറ്റു കുഴപ്പങ്ങളില്ല. അതായത് ഇന്ധനത്തിൽ തകരാറുണ്ടെങ്കിൽ വേണമെങ്കിൽ അതൊരു അട്ടിമറി സാധ്യതയായിട്ട് കണക്കാക്കാമായിരുന്നു. അങ്ങനെ ഇന്ധനത്തിന് തകരാറുണ്ടോ എന്നറിയാൻ ആദ്യ ദിവസം തന്നെ വിമാനത്തിൽ ഇന്ധനം നിറച്ച ആളുകളെ അടക്കം, എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരടക്കം അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു. ഇന്ധനത്തിൻ്റെ സാമ്പിളുകളിൽ കുഴപ്പമില്ല, ഇന്ധനം ക്ലിയർ ആയിരുന്നു, വ്യക്തമായിരുന്നു, ഇന്ധനം സംശുദ്ധമായിരുന്നു. പക്ഷേ ഇന്ധനം എഞ്ചിനിലേക്ക് പ്രവഹിക്കുന്ന ഭാഗത്താണ് പ്രശ്നമുണ്ടായത്. ഇന്ധന മലിനീകരണത്തെ തുടർന്നുള്ള ഇരട്ട എഞ്ചിൻ തകരാർ തള്ളുന്നതാണ്. ഇന്ധന മലിനീകരണമാണ് അപകട കാരണമെന്ന് ആദ്യഘട്ടത്തിൽ സൂചന വന്നിരുന്നു. അത് തള്ളിയിരിക്കുന്നു. ഇന്ധനം പൂർണ്ണമായും എഞ്ചിനിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് അപകട കാരണം എന്നാണ് പറയുന്നത്. എങ്കിൽ പോലും ഒരു എഞ്ചിനിലേക്ക് ഇന്ധനം പ്രവഹിക്കാനുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പോലും വിമാനം വീണ്ടും ഉയർത്താൻ പൈലറ്റുമാർ ശ്രമിച്ചിരുന്നു. അപ്പോൾ അതിൽ 2 പേരും ഒന്നിച്ചാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെയും ഒരു അട്ടിമറി സാധ്യത ഉണ്ടോ എന്ന സംശയം വീണ്ടും ഇല്ലാതാവുകയാണ്. കാരണം 2 പേരും ഒന്നിച്ചാണ് വീണ്ടും വിമാനം ഉയർത്താൻ ശ്രമിക്കുന്നത്. തകരാറുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തകരാറുണ്ടെങ്കിൽ ഒരു എഞ്ചിൻ തകരാർ
തകരാറിലാണ്. രണ്ടാമത്തെ എഞ്ചിൻ ഉപയോഗിച്ച് വിമാനം ഉയർത്താൻ വീണ്ടും അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും അവിടെ വിജയിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും 2023 ശേഷം ഈ കോക്പിറ്റ് സംവിധാനങ്ങളിലൊന്നും ഒരു തകരാറും രേഖപ്പെടുത്താത്തൊരു വിമാനമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇതിന് മുമ്പ് അതിനോടനുബന്ധിച്ച് ഒരു സംശയം ചോദിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ബോയിങ്ങിന്റെ ഡ്രീം ലൈനർ എന്ന് പറയുന്ന വിമാനം ആധുനിക സാങ്കേതിക വിദ്യകളുള്ള വളരെ വലിയ ഒരു വിമാനമാണല്ലോ. അവരുടെ ഒരു അഭിമാന പദ്ധതിയായി അവർ പുറത്തിറക്കിയതാണല്ലോ അമേരിക്കയിലെ ബോയിങ് കമ്പനി. അപ്പോൾ ഈ വിമാനത്തിൻ്റെ ഈ ഫ്യൂവൽ ഇഗ്നിഷൻ സ്വിച്ച് ആണല്ലോ ഇപ്പോൾ പറയുന്നത് ഓഫാക്കപ്പെട്ടു എന്ന് പറയുന്ന ആ സ്വിച്ച് അങ്ങനെ ഓട്ടോമേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മനുഷ്യ സാധ്യമായി പറന്ന് ടേക്ക് ഓഫ് ചെയ്തതിന് ശേഷം ഓഫാക്കാൻ പറ്റുമോ? ഞാൻ എവിടെയൊക്കെയോ വായിച്ചതനുസരിച്ച് അതിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എന്നുള്ളതാണല്ലോ. തീർച്ചയായും അതിന് നിയന്ത്രണമുണ്ട്. കാരണം ഈ രണ്ട് എഞ്ചിനിലേക്കും ഇന്ധനം പ്രവഹിക്കുന്ന സ്വിച്ചുകൾക്കിടയിൽ അത് മാറിപ്പോകാതിരിക്കാൻ, അതായത് ഓട്ടോമാറ്റിക്കായി മാറിപ്പോകാതിരിക്കാൻ അല്ലെങ്കിൽ കൈതട്ടിയെങ്കിലും മാറിപ്പോകാതിരിക്കാൻ ഒരു ബാരിയർ അവിടെ ഉണ്ട്. അപ്പോൾ ആ ബാരിയർ ഉള്ളപ്പോൾ അസ്വാഭാവികമായി മാത്രമേ അത് സംഭവിക്കുള്ളൂ. സ്വാഭാവികമായി അത് മാറിപ്പോകാതിരിക്കാനാണ്. കാരണം ഈ വിമാനത്തിൻ്റെ ഇന്ധനമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ആരുടെയെങ്കിലും കൈതട്ടിപ്പോലും മാറിപ്പോകാതിരിക്കാൻ തക്കവണ്ണമാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. അതാണ് ആ കോക്പിറ്റിനകത്തെ സംവിധാനം അങ്ങനെയാണ്. ആ സംവിധാനം മറികടന്ന് എങ്ങനെയാണിത് മാറിയത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതിനെ സംബന്ധിച്ച് എന്തായാലും വലിയ അന്വേഷണം വേണ്ടി വരും. കാരണം ഇതൊരു വലിയ സാധ്യതയാണ് ഇതിന് മുന്നിലുള്ളത്. അല്ലെങ്കിൽ ഈ സാധ്യത തുറക്കുക എന്നുള്ളത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചുള്ളത്. ഇത് സ്വാഭാവികമായും അല്ലെങ്കിൽ സാധാരണഗതിയിൽ മാറുന്ന രൂപത്തിലല്ല അവിടെ ആ ഉപകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ആ സ്വിച്ച് ഒരു കാരണവശാലും സാധാരണഗതിയിൽ വെറുതെ പോലും മാറുന്നതല്ല. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്, ഗിയറിൻ്റെ ലിവർ നമ്മൾ കൈകടത്താതെ മാറുന്നതല്ല. അതേ രൂപത്തിൽ തന്നെയാണ് അതും ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ മാറാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൈതട്ടി മാറാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു ക്രമീകരണമുണ്ട്. ആ ക്രമീകരണവും മറികടന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയെങ്കിൽ അതൊരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ബിനിൽ. ഓക്കെ, ശരി. ആ ഒരു അസ്വാഭാവികത അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഇന്ത്യയുടെ അന്വേഷണ ഏജൻസി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ പുറത്തുവിട്ടിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിലും കുറേ ലൂപ്പ് ഹോൾസ് നിലനിൽക്കുന്നുണ്ട്. കുറേ സംശയങ്ങൾക്കുള്ള ഉത്തരം, അത് പരിഹരിക്കേണ്ട ഒരുപാട് ഉത്തരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ലോകത്തെ ആകെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിലാണ് ഇപ്പോൾ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൂടുതൽ വ്യക്തതകൾ ഇനി രാജ്യം, പാർലമെന്റ് ഉൾപ്പെടെ ആവശ്യപ്പെടും. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.